Okay, good morning friends. അപ്പോൾ നമ്മൾ ഇന്ന് യൂണിറ്റ് 3 ആണ് ഇനി നോക്കാൻ പോകുന്നത്. അതായത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് കുറച്ച് അക്കൗണ്ടിംഗ് ടേംസ്, ബേസിക് ടേംസ് പഠിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. നിങ്ങളൊന്ന് കേട്ടിരിക്കാം. ഇപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിങ്ങൾക്ക് കുറേ അക്കൗണ്ടിംഗ് ടേംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഞാൻ പറഞ്ഞിട്ട് തന്നെ. അതായത് എൻറ്റിറ്റി, ട്രാൻസാക്ഷൻ, അതേപോലെ ഇതൊക്കെ അക്കൗണ്ടിംഗ് ടേമാണ്. ട്രാൻസാക്ഷൻ, പ്രോഫിറ്റ്, ലോസ്, അസറ്റ്സ്, ലയബിലിറ്റി, ലെഡ്ജർ, ജേണൽ, അക്കൗണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ടേംസ്. ഓക്കെ, അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞ അക്കൗണ്ടിലെ ടേമാണ് ഡെബിറ്റ്, ക്രെഡിറ്റ്, അങ്ങനെ കുറച്ച് അക്കൗണ്ടിങ് ടേംസ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഇവോൾവ് ടു അച്ചീവ് എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനേഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങളും അതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ സ്കോപ്പ്, നീഡൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതൊരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തില്ലേ, അതൊക്കെ തന്നെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എല്ലാ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ എല്ലാ റൂൾസും എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആവുന്നത്. ഇനി നമ്മൾ മെയിൻ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് 3 ഒക്കെ വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതൊക്കെ ആയിരിക്കും. നിങ്ങൾക്കൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുന്നത്. അതായത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ഓക്കെ, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ എഴുതി വെച്ചത്. ഇത് അതേപോലെ 10 കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് അതേപോലെ പഠിക്കുക. അതായത് ഫസ്റ്റ് വൺ ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ദെൻ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ദെൻ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഈ 10 കോൺസെപ്റ്റ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക. ഇതിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സിമ്പിളായിട്ട് പറയാം, അത്രയേ ഉള്ളൂ. അതിൽ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റിൽ ഫസ്റ്റ് വൺ ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതെന്താ? അതിൻ്റെ നെയിം മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതായത് ഒന്നുമില്ല, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടാവും, ഒരു പ്രത്യേക സെപ്പറേറ്റ് ആയിട്ടൊരു നിലനിൽപ്പ് ഉണ്ടാവും എന്തിന്, ബിസിനസ്സിന്. അതായത് ഇപ്പോൾ ഓഫ് കോഴ്സ് ബിസിനസ് തുടങ്ങിയ ഒരു ഓണർ ഉണ്ടാവും. പക്ഷേ ഒരു ഓണർക്ക് ഒരു ഡെത്ത് സംഭവിച്ചാലോ അയാൾ ഇൻസോൾവെൻ്റ് ആയി പോയാലോ അതെന്തിനെ ബാധിക്കില്ല? ബിസിനസ്സിനെ ബാധിക്കില്ല. അതിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടാവുക. കാരണം അതുകൊണ്ടാണ് നമ്മൾ ബിസിനസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിനൊരു നമ്മൾ എന്താ പറയുക, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മളൊരു അക്കൗണ്ട് തന്നെ തുടങ്ങുന്നുണ്ട്. അത് ബിസിനസ്സും ആ ഓണറും സെപ്പറേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി, ഒരു പ്രത്യേക എൻറ്റിറ്റി ഉണ്ടാവും എന്നുള്ളത് അറിയിക്കുന്ന കോൺസെപ്റ്റാണ്. രണ്ടാമത്തതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. അതെന്താ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ബിസിനസ് എന്തായിരിക്കും എപ്പോഴും ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, എന്തിൻ്റെ ബേസിലാണ് റെക്കോർഡ് ചെയ്യുക? ക്യാഷ്, അതായത് മണി ടേംസിലായിരിക്കും എപ്പോഴും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ദെൻ തേർഡ് കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഗോയിങ് ആ ടേം പറയുന്ന പോലെ തന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ്, നമ്മളൊരു ഷോർട്ട് ടേം പീരീഡിലേക്കോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടായിരിക്കില്ല എപ്പോഴും എന്തുണ്ടാവുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും അതിനെന്തായിരിക്കും, ഒരു ലോങ് ടേം കോൺസെപ്റ്റ് ആയിരിക്കും ബിസിനസ്സിനുണ്ടാവുക. അപ്പം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, ഒരു ലോങ് ടേം പീരീഡിലേക്കുള്ളതായിരിക്കും. അത് മെൻഷൻ ചെയ്യുന്ന കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദെൻ കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ആക്ച്വൽ പ്രൈസ് ഇൻവോൾവ്. അതായത് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ പ്രൈസ്, നമ്മളൊരു മെഷീനറി ഇപ്പോൾ വാങ്ങിയെന്ന് കരുതാം. ഒരു മെഷീനറി നമ്മളൊരു 1 lakh rupees ഒരു മെഷീനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത് മെഷീനറി അക്കൗണ്ടഡ് ടു ക്യാഷ് എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ അത് 1 lakh ആയിട്ടായിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ ആക്ച്വൽ കോസ്റ്റാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ആ മെഷീനറീൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമോ എന്തായാലും അത് നമ്മളെ എന്ത് ചെയ്യില്ല, നമ്മളെ ബാധിക്കുന്നില്ല. ഓക്കെ, നമ്മളത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്താണോ അതായിരിക്കും നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, നമ്മളെ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. ദെൻ തേർഡ് അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് എപ്പോഴും എന്തിലേക്കായിരിക്കും, നമ്മൾ ലോങ് ടേം പ്രോസസ്സിലേക്കായിരിക്കും അല്ലെങ്കിൽ ലോങ് ടേം എൻറ്റിറ്റി ആയിരിക്കും ബിസിനസ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ലോങ് ടേം എൻറ്റിറ്റിക്ക് അത്രയും ലോങ് ടേം ആയിട്ട് നമുക്കൊരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനൊരു ഷോർട്ട് ടൈം പീരീഡായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും, ബ്രോക്കൺ ചെയ്യും. അതായത് ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്, പീരിയോഡിക്കൽ ടൈമിൽ. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ആയിട്ടായിരിക്കും അതിൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് പീരീഡ് ഷോർട്ട് ടേം ആയി ലോങ് ടേം ബിസിനസ് ആയിരിക്കാം, പക്ഷെ അതിൻ്റെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും അതിൻ്റെ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടേം പീരീഡായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് തന്നെ. ദെൻ സിക്സ്ത് പോയിന്റ് ആണ് ഡ്യുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റ്. ഡ്യുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഒരു ഡെബിറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഉണ്ടായിരിക്കും, ഇതിൻ്റെ വൈസ് വേഴ്സ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാ ട്രാൻസാക്ഷൻസിനും എന്തായിരിക്കും, രണ്ട് ആസ്പെക്ട്സ് ഉണ്ടാവും. എന്ത്, ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് ആയിരിക്കും, രണ്ടാമത് ഗിവിങ്. അല്ലേ, നമ്മൾ ഒന്നെങ്കിൽ പൈസ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പൈസ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ റിസീവിങ്ങോ ഗിവിങ്ങോ ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ദെൻ സെവൻത് പോയിന്റ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. എല്ലാവരും ഈ പോയിന്റ്സ് ഇതുപോലെ നോട്ട് ചെയ്യുക കേട്ടോ. റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ്. റിയലൈസേഷൻ കോൺസെപ്റ്റിൽ നമ്മൾ റവന്യൂ ആണ് റെക്കഗ്നൈസ്. അതായത് സെയിൽസ് നടന്നു, ഒരു സെയിൽ ഇപ്പം നടന്നു എന്ന് കരുതാം. സെയിൽ നടന്നെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒന്നെങ്കിൽ നമ്മളത് ക്യാഷ് എന്താ പറയുക, നേരിട്ട് ക്യാഷ് ആയിട്ടായിരിക്കും ആ സെയിൽ നടത്തിയിട്ടുണ്ടായിരിക്കുക. ഇൻ കേസ് നമ്മൾ ക്യാഷിനല്ല, നമ്മൾ ക്രെഡിറ്റിനാണ് നമ്മൾ സെയിൽ നടത്തിയെന്ന് കരുതുക. അപ്പോൾ നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ക്യാഷിനാണെങ്കിലും ശരി ക്രെഡിറ്റിനാണെങ്കിലും ശരി, ക്രെഡിറ്റ് ആയാലും പോലും നമുക്കത് ഭാവിയിൽ അത് തിരിച്ച് നമുക്ക് ക്യാഷായിട്ട് വരാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും സെയിൽ നടന്നോ അതിലൊരു റവന്യൂ ഉണ്ടായിട്ടുണ്ടോ നമ്മളത് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയലൈസേഷൻ കോൺസെപ്റ്റ്. ദെൻ എയ്ത്ത് പോയിന്റ് ആണ് മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇപ്പം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് ബിസിനസ് പ്രോഫിറ്റോ ലോസോ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് മാച്ച് ആണ്, നെറ്റ് ഇൻകവും എക്സ്പെൻസും അല്ലെങ്കിൽ പ്രോഫിറ്റും ലോസും തമ്മിൽ മാച്ച് ആണോ എന്ന് മെഷർ ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ദെൻ അക്രൂവൽ കോൺസെപ്റ്റ്. അക്രൂവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, രണ്ട് ബേസിസ് ഓഫ് അക്കൗണ്ട്സിൽ, ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും. ക്യാഷ് ബേസിസ് ഓൺലി ബേസ്ഡ് ഓൺ ക്യാഷ്. അക്രൂവൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് അല്ലാതെ നമ്മൾ ഇൻകം പെയ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീപെയ്ഡ്, ഇൻഷുറൻസ് പെയ്ഡ് എന്നൊക്കെ പറഞ്ഞത്. അതായത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പേ ചെയ്തിട്ടുണ്ട്, മുൻകൂട്ടി പേ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവുമല്ലോ. ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്, അതുപോലെ ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്. അതായത് അക്രൂവൽ ആയിട്ടുണ്ടാവുക, ക്രെഡിറ്റ് ബേസിൽ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതെന്താ അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഇൻകം ലഭിച്ചാലോ ഇല്ലെങ്കിലും, അതായത് ഇൻകം റിസീവ്ഡ് ഓക്കെ, അപ്പം നമുക്ക് ചിലപ്പം ഇത് കറക്റ്റായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ബേസിലായിരിക്കാം. അതേപോലെ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതും ചിലപ്പം നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസിലായിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും ശരി, നമ്മൾ എന്താ പറയുക, ഇൻകം റിസീവ് ചെയ്താലും ശരി, എക്സ്പെൻസ് പേ ചെയ്താലും ശരി, അത് ഒക്കെ എപ്പോഴും ആക്ച്വലായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരണം. ആ കോൺസെപ്റ്റാണ് അക്രൂവൽ കോൺസെപ്റ്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിൻ്റെതായ ഒരു എവിഡൻസും പ്രൂഫും ഉണ്ടായിരിക്കണം. എന്തിന്, അതിൻ്റെ ഫൈനാൻഷ്യൽ ഡാറ്റേനെ കുറിച്ചിട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ബിസിനസ് ലോങ് ടേം പ്രോസസ്സിലേക്ക് ആയിരിക്കും. അപ്പം അതിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പീരിയോഡിക്കൽ വൈസ് ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് കറക്റ്റ് പ്രോപ്പർ എവിഡൻസും പ്രൂഫും എന്തായിരിക്കണം, ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ 10 കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ, മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പം എന്തൊക്കെയാണ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ എന്ന് വെച്ചാൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടായിരിക്കും, ഓണറും ബിസിനസ്സും രണ്ടായിരിക്കും. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ
ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷൻസും എന്താ പറയുക ട്രീറ്റ് ചെയ്യുന്നത് മണി മെഷർമെൻറ്റിലായിരിക്കും. ദെൻ ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ബിസിനസ് എപ്പോഴും ഒരു ലോങ് ടേം എൻറ്റിറ്റി ഉള്ള സാധനമായിരിക്കും. അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുക. ദെൻ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ കോസ്റ്റ് എന്താണോ അതായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഒരു ലോങ് ടേം എൻറ്റിറ്റി ആണെങ്കിലും നമ്മൾ അതിലെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഷോർട്ട് ടേം പീരീഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു റിസീവിങ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഗിവിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഒരു വരവുണ്ടെങ്കിൽ അതിന് അതുപോലത്തെ എന്തെങ്കിലും ഒരു ചിലവുണ്ടായിരിക്കും. അതായത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ദെൻ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പം ഒരു സെയിൽ നടന്നോ അത് ഓൺ ക്യാഷ് ബേസിസ് ആണെങ്കിലും ക്രെഡിറ്റ് ബേസിസ് ആണെങ്കിലും നമ്മളത് കീപ്പ് ചെയ്തിരിക്കണം. ദെൻ മാച്ചിങ് കോൺസെപ്റ്റ്, ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടവും കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുക. ദെൻ അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് ബേസിസിലായാലും ശരി ക്യാഷ് ബേസിസ് ആണെങ്കിലും ശരി അതിൻ്റെ ഇൻകം അതുപോലെ എക്സ്പെൻസും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ് അതിൻ്റെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൂഫും എവിഡൻസും ഒക്കെ കീപ്പ് ചെയ്തിരിക്കുക. ഇതാണ് മെയിൻ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം എന്തായാലും നോക്കിയിട്ട് പഠിച്ചിട്ട് പോവാം. ദെൻ നമ്മൾ പറയുന്നത് ബുക്ക് കീപ്പിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ബുക്ക് കീപ്പിംഗ് ഈസ് എ ടേം ആണ്. എന്താണ്? പ്രോപ്പർ റെക്കോർഡിംഗ് ഓഫ് ബുക്സ് ആണ്. അതിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ഡബിൾ എൻട്രി സിസ്റ്റം, സിംഗിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം ഇപ്പം മനസ്സിലായി. നമ്മളിപ്പോൾ ഇവിടെ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഒരു ക്രെഡിറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊരു ട്രാൻസാക്ഷൻ നടന്നാലും ആ ട്രാൻസാക്ഷൻ ഒരു ഡെബിറ്റും ഉണ്ടായിരിക്കും ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ ദിസ് സിസ്റ്റം ഓൾ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ആൻഡ് ഓൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്. അതായത് ഇതിൽ വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് തന്നെയാണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ സിസ്റ്റം പ്രകാരം എല്ലാ ട്രാൻസാക്ഷൻസും എന്തായിരിക്കില്ല? റെക്കോർഡ് ചെയ്തിരിക്കില്ല. അതുപോലെ ആൻഡ് ഓൾ റെക്കോർഡിംഗ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ നോട്ട് മെയിൻറ്റെയിൻ. റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ല അക്കൗണ്ടിങ് റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കില്ല? മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഉണ്ടാവില്ല. അതേപോലെ ഇൻകംപ്ലീറ്റ് ഓർ ഡിഫക്റ്റീവ് ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് ജനറലി കോൾഡ് സിംഗിൾ എൻട്രി സിസ്റ്റം. ആ ഒരു വഴിയിൽ തന്നെ മനസ്സിലായില്ലേ? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ ഡിഫക്റ്റീവോ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ ഡെഫക്റ്റീവോ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അക്കൗണ്ടിങ് യൂണിറ്റ് 3 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് എന്ന് പറയുന്നതിൽ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പോയിന്റ്സ് ഇതേപോലെ തന്നെ നോട്ട് ചെയ്തെടുക്കുക, എഴുതുക. ഓക്കെ, താങ്ക് യു.